പൂരം മിന്നും താരം വന്നിരിക്കുകയാണ്. കണിമംഗലം ശാസ്താവ് ഇറങ്ങി വരും മുമ്പ് കൊല്ലത്ത് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്ന ഇതിഹാസ സമാനനായ ആനയുടെ നാട്ടിൽ നിന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ നാട്ടിലേക്ക് സുരേഷ് ഗോപി. എല്ലാം ഗജവീരന്മാരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? ഞാനും എന്റെ ആനയെ കണ്ടോണ്ടാ അങ്ങനെ തന്നെ ഗംഭീരമല്ലേ? ഭയങ്കര ഐശ്വര്യത്തിൽ മുങ്ങി നിൽക്കുകയാണ് കേരളവും ലോകവും. ഇന്ന് കഴിഞ്ഞ ഒരു 6-7 ദിവസമായിട്ട് പൂരാഘോഷം നടക്കുകയാണ്. അത് ആദ്യത്തെ ദിവസം തുടങ്ങി ഉള്ള ആവേശം ഇപ്പോഴും ഇരട്ടിക്കുന്നതല്ലാതെ അതിലൊരു ചോർച്ചയും, ഇടയ്ക്ക് ഒരു നല്ല മഴ പെയ്തത് പോലും ഒരുപക്ഷെ നമുക്ക് നല്ല ഒരു തണുവും ഒക്കെ നൽകിയിട്ടുണ്ട്. അന്തരീക്ഷവും വളരെ അനുകൂലമായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. ഗംഭീരമായ ഒരു പൂരം നമുക്ക് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ, നമ്മുടെ ആരോഗ്യത്തിന് ശക്തിയേകുന്ന തരത്തിൽ ഒരു സന്തോഷം പകർന്ന് നൽകട്ടെ. ആനന്ദം. ആഘോഷങ്ങളും ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. എല്ലാ ആഘോഷങ്ങളും ദേശത്തെ ചേർത്ത് പിടിക്കുന്നതാണ്. പക്ഷെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കയറി അവസാനം കുടമാറ്റവും കഴിഞ്ഞ് മാനത്ത് വെടിക്കെട്ട് വിരിയുമ്പോഴാണ് ഒന്ന് താഴേക്ക് ഇറങ്ങുക. അപ്പോഴാണ് ഉപചാരം ചൊല്ലിനെ പറ്റി ആലോചിക്കുക. ഉപചാരം ചൊല്ലി പിരിയുക എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു കാഴ്ചയും അനുഭവവുമാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും തൃശ്ശൂർ അനുഭവസ്ഥർ പറയുന്നത് എന്തിനിങ്ങനെ പിരിയണം ഉപചാരം ചൊല്ലി, നമുക്കിതങ്ങ് തുടർന്നുകൂടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ശ്രീ രാജൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും വിശ്വാസം 25 എന്ന് പറയുന്നത് നാളെ ഉച്ചവരേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്ക് ആ ഒരു മുഹൂർത്തം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ 26 ഇവിടെ എന്ന് പറയുന്ന ഒരു ഓട്ടമാണ് അല്ലേ? 364 ദിവസം നീണ്ടു നിൽക്കുന്ന ഓട്ടമാണിത്. അവിടെ ഉത്ര നക്ഷത്രത്തെ കണ്ട് പൂരപ്രേമികൾ പിരിയുന്നു എന്ന് പറയുമ്പോൾ അടുത്ത കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം മതി ഒരു വർഷം കാത്തിരിക്കാൻ. ആനന്ദത്തിന് വേണ്ടിയാണ് കാത്തിരിപ്പ്. ഏറ്റവും കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് പൂരം ഉറക്കൊഴിച്ച് വരുന്ന ആള് എന്നുള്ളതൊക്കെ എനിക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളായിട്ട് തൃശ്ശൂർ ഉണ്ട് എന്ന് പറയാം. ഉപചാരം ചെല്ലുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അമ്പരപ്പിച്ച് കഴിച്ചു. പക്ഷെ അപ്പോഴും ഏതാണ് ഇക്കൊല്ലം കാത്തിരിക്കുന്ന നിമിഷം, പൂരത്തിന്റെ ആ സുവർണ നിമിഷം ഏത്? അല്ല, ഞാൻ ഇന്നലെ അത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ചടങ്ങുകൾക്കും വന്ന് പങ്കുചേരണം. എല്ലാം ഒന്ന് ഹൃദയത്തിൽ ആദ്യരേഖ എന്ന നിലയ്ക്ക് ഇലഞ്ഞിത്തറ മേളം കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ടി വിയിലുള്ള ഒരു കേൾവി സൗഖ്യം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പം ഇതെല്ലാം പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു സിനിമാക്കാരനും കൂടി ആയതുകൊണ്ടുള്ള സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രിവിലേജിൻ്റെ പുറത്ത് എനിക്ക് ഇന്നലെ കൂട്ടം കൂടി നിൽക്കുന്ന റോഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അങ്ങനെ ഒരു കാറിൽ പോലീസ് അകമ്പടിയോടെ വരുന്നതിനകത്ത് ഒരു അസ്കിയത എന്ന് പറയുന്നത് വല്ലാണ്ടൊരു മനക്കുത്ത് ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെയും കൂടി അവകാശമല്ലേ എന്ന് പറയുന്ന ആവശ്യവും എന്നെ ഇങ്ങോട്ട് ഉന്തിത്തള്ളിവിടുന്നുണ്ട്. പക്ഷേ കഴിവതും ഞാൻ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ്, എല്ലാ വർഷങ്ങളെയും പോലെ തന്നെ. ഈ വിരലുകളിലെ മോതിരം, ഈ വിരലുകൾ, ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ക്ലോസപ്പ് വിഷ്വൽസ് മലയാളിക്ക് വളരെ പരിചിതമാണ്. അപ്പൊ ഇന്ന് തേക്കിൻകാട്ടിൽ ഇലഞ്ഞിത്തറയുടെ ചുറ്റും ഈ വിരലുകളും മാനത്തേക്ക് വരും. ഞാൻ ശ്രമിക്കാം. അത് പോലീസിനോട് ആ സമയം ചോദിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരും. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. റിംഗ് റോഡിലേക്ക് വെടിക്കെട്ട് ആസ്വാദനത്തിന് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ തന്നെയാണ്. അതിനകത്ത് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഇളവുകൾ ലഭിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ അത് വർദ്ധിപ്പിക്കണം. പെസോയുടെ ഒരു നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് നമുക്ക് സുപ്രീം കോടതിയിൽ അങ്ങനെ നീങ്ങാനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് സാധ്യമാക്കും. അപ്പോൾ അവരെല്ലാം ഒരു ബാരിക്കേഡ് വെച്ച് ഉപറോഡുകളിൽ കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ കൂടി പോലീസായാലും ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ നേതാക്കളായാലും മന്ത്രിമാരായാലും അങ്ങനെ വിലസി നടക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഉള്ളിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ പോലും അത് അറിയുന്നത് ഒരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ആരായും അത് ഞാൻ പൂർണ്ണമായിട്ട്
ചൂഷണം ചെയ്യുകയും ചെയ്യും. വേണം, അപ്പോൾ തന്നെ ഉത്സവം ആഘോഷിക്കുക വേണം. അതെ, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം.